പത്തനംതിട്ടയിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാവാതെ ആകമൊത്തം വെട്ടിലായിരിക്കുകയാണ് പി.സി. ജോർജ്. ഇപ്പോൾ പി.സിക്ക് മത്സരിക്കാനാവാത്തതിന്റെ അമർഷം എന്ന് പറയുന്നതും ചെറുതല്ല. ഇപ്പോൾ ഇതാ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട സീറ്റ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ലഭിക്കാത്തതിനെ തുടർന്ന് ഇടഞ്ഞു നിൽക്കുന്ന പി.സി. ജോർജിനെ അനുനയിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി അനിൽ ആന്റണി. ഇടഞ്ഞു നിൽക്കുന്ന പി.സി. ജോർജിന്റെ പ്രതിഷേധം തണുപ്പിക്കാനാണ് അനിലിന്റെ ശ്രമം എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങും മുൻപ് പി.സി. ജോർജിനെ നേരിട്ട് കാണുമെന്നാണ് അനിൽ ആന്റണി പറഞ്ഞത്. ബി.ജെ.പി. നേതൃത്വത്തിന്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് അനിൽ ആന്റണി പി.സി. ജോർജിനെ നേരിട്ട് കാണുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. തനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടാൻ കാരണം വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയുമാണെന്ന പി.സി. ജോർജിന്റെ പരാമർശത്തിനെതിരെ എൻ.ഡി.എ ഘടകകക്ഷി കൂടിയായ ബി.ഡി.ജെ.എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തെയും പരാതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം അനിൽ ആന്റണിക്ക് സീറ്റ് നൽകിയതിനെതിരെ പത്തനംതിട്ട ബി.ജെ.പിയിലും പരസ്യ പ്രതിഷേധം ഉയർന്നിരുന്നു. നേതൃത്വത്തെ വിമർശിച്ച ബി.ജെ.പി. ജില്ലാ നേതാവ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിടുകയും ചെയ്തു. അനിലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പിതൃശൂന്യ നടപടി എന്ന് വിശേഷിപ്പിച്ച കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്യാം തട്ടയിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതു മുതൽ പലതവണ പി.സി. ജോർജ് തന്റെ അനിഷ്ടം പരോക്ഷമായി പ്രകടിപ്പിച്ചിരുന്നു. പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിനായി പ്രവർത്തിച്ച തുഷാർ വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും ദൈവം കൊടുക്കുമെന്നായിരുന്നു പി.സി. ജോർജ് പ്രതികരിച്ചിരുന്നത്. പത്തനംതിട്ടയിൽ താൻ സ്ഥാനാർത്ഥിയാകണമെന്ന് എസ്.എൻ.ഡി.പി ഉൾപ്പെടെയുള്ള എൻ.ഡി.എയിലെ നേതാക്കൾ ആഗ്രഹിച്ചിരുന്നുവെന്നായിരുന്നു പി.സി. ജോർജിന്റെ മറ്റൊരു പരാമർശം. അനിൽ ആന്റണി ചെറുപ്പമാണെങ്കിലും അദ്ദേഹത്തെ പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്താൻ കുറച്ചധികം സമയമെടുക്കും. എ.കെ. ആന്റണിയുടെ മകനാണ് എന്ന വിലാസമുണ്ടെങ്കിലും ആന്റണി കോൺഗ്രസുകാരനാണ്. മകന് അപ്പന്റെ പിന്തുണയില്ല എന്നതാണ് പ്രശ്നം. എ.കെ. ആന്റണി പരസ്യമായി അനിൽ ആന്റണിക്ക് പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാകുമായിരുന്നു. താൻ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഓടുന്നതിൽ കൂടുതൽ അനിൽ ആന്റണി ഓടേണ്ടി വരും എന്നിങ്ങനെയായിരുന്നു ജോർജിന്റെ പരാമർശങ്ങൾ. അതേസമയം പി.സി. ജോർജ് ഭാഷയിൽ മിതത്വം പാലിക്കണമെന്നാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പറഞ്ഞത്. പത്തനംതിട്ടയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിക്കെതിരെ പി.സി. ജോർജ് പരസ്യ പ്രതികരണം നടത്തിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം. ജോർജിനെതിരെ എന്തുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. ഭാഷയിലെ മിതത്വം പാലിക്കണമെന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. പാർട്ടി എല്ലാം മനസ്സിലാക്കുന്നു. അനിൽ ആന്റണിയെ അറിയാത്ത ആരും കേരളത്തിലില്ല. മികച്ച സ്ഥാനാർത്ഥിയായ അദ്ദേഹം വിജയിക്കും. പൊതുപ്രവർത്തകർ സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കണം. എന്തെങ്കിലും ഫേസ്ബുക്കിലൂടെ പറയുന്നവർക്കെതിരെ നടപടി ഉണ്ടാകും. പി.സി. ജോർജ് ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ. നിലവിൽ നടപടിയെടുത്തത് വർഷങ്ങളായി പാർട്ടിയിലുള്ളവർക്ക് നേരെയാണ്, കെ. സുരേന്ദ്രൻ പറഞ്ഞു. 10 പേരെ നിർത്തി അനിൽ ആന്റണി ആരാണെന്ന് ചോദിച്ചാൽ ആർക്കും മനസ്സിലാവില്ലെന്നായിരുന്നു പി.സി. ജോർജിന്റെ പ്രതികരണം. അനിൽ ആന്റണിയെ ജനങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ഗതികേട് തന്നെയാണ്. പാർട്ടി ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും പിന്തുണയ്ക്കും. വെള്ളാപ്പള്ളിയൊക്കെ ഇത്രയും പ്രായമുള്ള മനുഷ്യനാണ്. ഇന്ന് പറയുന്നത് അദ്ദേഹം നാളെ പറയില്ല, നാളെ പറയുന്നത് നാളത്തെ കഴിഞ്ഞ് പറയില്ല. ഇപ്പോൾ അങ്ങേരെയൊന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു ചേട്ടൻ നമ്മളോട് വൃത്തികേട് എന്തെങ്കിലും ചെയ്താൽ ക്ഷമിച്ചേക്കണം. അല്ലാതെ വെള്ളാപ്പള്ളിയോടൊന്നും മറുപടി പറയാൻ താനില്ല. എ.കെ. ആന്റണിയുടെ പിന്തുണ പോലും അനിലിന് ഇല്ലെന്നും പി.സി. ജോർജ് പറഞ്ഞിരുന്നു.